എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമുക്കറിയാം 30-ാം തീയതി കുറേയധികം നോട്ടിഫിക്കേഷനുകൾ നമുക്ക് നേരത്തെ തന്നെ കേരള PSC അറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. കുറേയധികം നോട്ടിഫിക്കേഷനുകൾ ഇന്ന് പുറപ്പെടുവിക്കുക എന്നുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലെ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസറാണ്. നമുക്കറിയാം 6 വർഷത്തിന് ശേഷമാണ് 2020 നോട്ടിഫിക്കേഷൻ വന്നത്. പിന്നീട് ഇപ്പോഴാണ് പിന്നെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നോക്കിയേ, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ വന്നു. കാറ്റഗറി നമ്പർ 45/2026 ആണ്. 2026 45-ാം നമ്പർ വിജ്ഞാപനമായിട്ടാണ് എന്ത് വന്നിരിക്കുന്നത്? ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ വന്നിരിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് നമുക്കറിയാം ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. നെയിം ഓഫ് ദ പോസ്റ്റ് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ആണ്. നമുക്കറിയാം ഫിഷറീസ് ഓഫീസറിന് മുകളിലുള്ള പോസ്റ്റാണ്, ഗസറ്റഡ് പോസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഒരു ഗ്ലാമറസ് പോസ്റ്റ് കൂടിയാണ് ഈ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലെ തന്നെ ഒരു ഗ്ലാമറസ് പോസ്റ്റ് കൂടിയാണ് ഈ എക്സ്റ്റൻഷൻ ഓഫീസർ എന്നുള്ളത്. നമുക്ക് നോക്കിയേ, സ്കെയിൽ ഓഫ് പേ നോക്കിയേ, 50,200 ആണ് ബേസിക് പേ സ്കെയിൽ തന്നെ. 50,000-ന് മുകളിലാണ് ബേസിക് പേ സ്കെയിൽ തന്നെ. അപ്പോൾ 50,200-ന് മുകളിൽ 1,05,300 വരെയുള്ളൊരു പേ സ്കെയിലാണ് തന്നിരിക്കുന്നത്. 50,200 ടു 1,05,300 ഇടയിലുള്ള പേ സ്കെയിലാണ് നിലവിൽ തന്നിരിക്കുന്നത്. നമ്പർ ഓഫ് വേക്കൻസി നോക്കി, ഒരു വേക്കൻസിയാണ് നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, എനിക്ക് ഇവിടെ എത്തുമ്പോൾ ഒരു കാര്യം പറയാനുണ്ട്. അപ്പോൾ നമുക്കറിയാം 2020 ആദ്യം നോട്ടിഫിക്കേഷൻ വന്നത്. രണ്ടാമത് ഇപ്പോൾ 2026 വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പരീക്ഷ ഇപ്പം നിലവിൽ തന്നെ 8 മാസമായിട്ട് നമുക്ക് എന്തില്ല, ഈ ഒരു തസ്തികയ്ക്ക് റാങ്ക് ലിസ്റ്റ് ഇല്ല. റാങ്ക് ലിസ്റ്റ് റദ്ദായിട്ട് 8 മാസമായി. ഓക്കെ, അപ്പോൾ നിലവിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നു. ഒരു വേക്കൻസി ആണോ ഇതിൻ്റെ നോട്ടിഫിക്കേഷനിൽ ഒരു വേക്കൻസിയാണ്. പക്ഷെ ഒരു വേക്കൻസി ഉണ്ടാവത്തുള്ളൂ? അല്ല. നമുക്ക് 2026 നോട്ടിഫിക്കേഷൻ വന്നാൽ 2027 ഇതിൻ്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരാൻ 2027 എടുക്കും. ശേഷം 2027 റാങ്ക് ലിസ്റ്റ് വന്നാൽ 2030 വരെയാണ് ഈ റാങ്ക് പട്ടികയുടെ കാലാവധി, അല്ലേ? 2030 വരെയാണ് ഈ റാങ്ക് പട്ടികയുടെ കാലാവധി. ഓക്കെ, അപ്പോൾ ഈ 2026 മുതൽ 2030 വരെ നോട്ടിഫൈ ചെയ്യുന്ന മുഴുവൻ വേക്കൻസികളും ഏതിലേക്കൂടി പോവും? ഈ ലിസ്റ്റിൽ കൂടി പോവും. മാത്രമല്ല, ഒരു 33 മത്സ്യഭവനുകൾ കൂടി ഗവൺമെന്റ് ഉടൻ അനുവദിക്കും. അതിനകത്തെല്ലാം ഈ 33 മത്സ്യഭവൻ വരുമ്പം അവിടെ എല്ലാം ഫിഷറീസ് ഓഫീസറിന്റെ ആയാലും ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ ആയാലും ഫിഷറീസ് അസിസ്റ്റന്റിന്റെ ഒക്കെ എന്ത് വരും? തസ്തികകൾ പുതുതായിട്ട് സൃഷ്ടിക്കപ്പെടും. അപ്പോൾ അവിടെ വേക്കൻസികൾ ഉണ്ടാവും. എന്തായാലും 3 വർഷത്തിനുള്ളിൽ അത്യാവശ്യം ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു 40 അഡ്വൈസ് എങ്കിലും ഈ ഒരു ലിസ്റ്റിൽ നിന്ന് പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ, 2030 അത് തന്നെ നമുക്കറിയാം 2030 റാങ്ക് ലിസ്റ്റ് റദ്ദാവുന്നതിന് മുമ്പ് ഒരു 40 അഡ്വൈസ് എങ്കിലും മിനിമം ഈ ഒരു പോസ്റ്റിൽ പോവും. കാരണം 33 മത്സ്യഭവനൂടെ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം വേക്കൻസികൾ ഉണ്ടാവും, നിയമനം നടക്കും. അതുപോലെ ഈ ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് റിട്ടയർമെന്റ് വേക്കൻസികൾ ഉണ്ടാവും. അതൊക്കെ നോട്ടിഫൈ ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും? ഒരു 4 വർഷം കൊണ്ട് അത്യാവശ്യം നിയമനം നടക്കുന്ന ലിസ്റ്റായിട്ട് ഇത് മാറും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒന്ന് കണ്ടിട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ട് പഠിച്ചിട്ട് ശരിയാവോ, ഞാൻ പഠിക്കണമെന്നൊക്കെയുള്ള ചിന്ത എല്ലാവർക്കും ഉണ്ടാവും. അതുണ്ടാവരുത്. അത് ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, തുടക്കത്തിലെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഈ ഒരു വസ്തുത ആദ്യം തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിങ്ങൾക്കറിയാം ഡയറി ഫാം ഇൻസ്ട്രക്ടർ പോസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ഞാൻ എല്ലായിടവും പറയുന്നതാണ്. നോട്ടിഫിക്കേഷനിൽ 27 വേക്കൻസിയാണ് നോട്ടിഫൈ ചെയ്തത്. 27 വേക്കൻസിയാണ്. ഈ 27 വേക്കൻസി കണ്ടിട്ട് പലരും അപ്ലൈ ചെയ്തില്ല. പല ആളുകളും അപ്ലൈ ചെയ്യാതെ മറ്റു പരീക്ഷകൾക്കൊക്കെ പഠിക്കാൻ പോയി. ഓക്കെ, അപ്പോൾ ഈ അപ്ലൈ ചെയ്ത് പഠിച്ചവർക്ക് അവസാനം ഈ റാങ്ക് പട്ടിക റദ്ദായപ്പോൾ 247 എന്ന് പറഞ്ഞെടുത്ത് ടോട്ടൽ അഡ്വൈസ് 247 പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു വലിയ ഉദാഹരണങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്ന ആ വേക്കൻസിയാണ് യഥാർത്ഥ വേക്കൻസി എന്ന് തെറ്റിദ്ധരിക്കല്. പഠനം ഇപ്പൊ തന്നെ ആരംഭിക്കുക. ഫിഷറീസ് ഓഫീസറിന് പഠിച്ചു തുടങ്ങി മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. ഫിഷറീസ് ഓഫീസർ നന്നായിട്ട് പഠിച്ച് വളരെ ചിട്ടയായിട്ട് മുന്നോട്ട് പോയവരുണ്ട്. ആ മുന്നോട്ട് പോയവർ ആ പഠനം ഇതിൻ്റെ എക്സാം വരെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോർ ഈ ഒരു ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷയിൽ വാങ്ങാനും കഴിയും, റാങ്ക് പട്ടികയിൽ ആദ്യം എത്താനും കഴിയും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം നിങ്ങൾ പഠനം വിടരുത്, കണ്ടിന്യൂ ചെയ്തോണം. FOയ്ക്ക് പഠിച്ച ആളുകളെല്ലാം കണ്ടിന്യൂ ചെയ്തോ, നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോയിക്കോ. ഓക്കെ, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ഒരു സ്വപ്നമായിട്ട് മനസ്സിൽ സൂക്ഷിക്കുന്ന ആളുകളുണ്ടാവും. ഒരു ഗസറ്റഡ് പോസ്റ്റിലേക്ക് എനിക്ക് എത്തണം എന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നവരുണ്ടാവും. അവരൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠനം തുടരുക.
മാസ്റ്റർ കീ അക്കാഡമിയുടെ മൂന്നാമത്തെ ബാച്ചുകൾ ജൂൺ 5-ാം തീയതി ആരംഭിക്കുന്നുണ്ട്. ആദ്യത്തെ 2 ബാച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ബാച്ച് ജൂൺ 5-ാം തീയതി ആരംഭിക്കുകയാണ്. അപ്പൊ നോക്കിയേ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് എത്രയാണ് അതുകൂടെ നോക്കാം. അപ്പൊ നോക്കിയേ മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് എന്താണ്? ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് നോക്കിയേ, ഏജ് ലിമിറ്റ് 18 to 40 ആണ്. ഏജ് ലിമിറ്റ് പറയുന്നത് എത്രയാണ്? 18 to 40 ആണ്. അതായത് ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒ ബി സിക്കാർക്ക് നിയമാനുസൃതമായിട്ട് 3 വയസ്സിളവുണ്ട്. അപ്പോൾ ഒ ബി സിക്കാർക്ക് 43 വയസ്സ് വരെയുള്ള ഒ ബി സി കാറ്റഗറിക്കാർക്ക് അപ്ലൈ ചെയ്യാം. SC ST കാറ്റഗറിക്കാർക്ക് 5 വർഷത്തെ നിയമാനുസൃതമായിട്ടുള്ള വയസ്സിളവുണ്ട്. അതുകൊണ്ട് അവർക്ക് 45 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ജനറൽ കാറ്റഗറിക്കാർക്ക് 40 വയസ്സ് വരെ, ഒ ബി സിക്കാർക്ക് 43, SC ST കാറ്റഗറിക്കാർക്ക് 45 വയസ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്വാളിഫിക്കേഷനാണ്. ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നോക്കിയേ, മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഫിഷറി സയൻസ്. ഓക്കെ, അപ്പോൾ ഫിഷറി സയൻസിൽ ബാച്ചിലർ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഫിഷറി സയൻസ് BFSC ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഡിഗ്രി ആയിട്ട് അത് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ. ഡിഗ്രി പരിഗണിക്കുന്നുണ്ടെങ്കിൽ BFSC മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. അതിന് ശേഷമുള്ള ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെല്ലാം PG ഉള്ളവരെ പരിഗണിക്കുന്നുള്ളൂ. BFSCക്കാരെ മാത്രമേ ഉള്ളൂ ഡിഗ്രി ഉള്ളവരെ പരിഗണിക്കുന്നത്. ബാക്കിയുള്ളവരെ എല്ലാം PGക്കാരെയാണ് പരിഗണിക്കുന്നത്. ഓക്കെ, ഫിഷറി സയൻസ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഫിഷറി സയൻസുകാർക്ക് അപ്ലൈ ചെയ്യാം. ഇൻഡസ്ട്രിയൽ ഫിഷറീസിൽ PG ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. മാരികൾച്ചറിൽ PG ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. മറൈൻ ബയോളജിയിൽ PG ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. കോസ്റ്റൽ അക്വാകൾച്ചറിൽ PG ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ് അതിൽ PG ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അക്വാകൾച്ചർ ആൻഡ് ഫിഷറി മൈക്രോബയോളജി, ക്യാപ്ചർ ആൻഡ് കൾച്ചർ ഫിഷറീസ്, അക്വാകൾച്ചർ ആൻഡ് ഫിഷറി ബയോളജി, അപ്ലൈഡ് ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ, ഫിഷ് പ്രോസസ്സിംഗ് ടെക്നോളജി ആൻഡ് അക്വാകൾച്ചർ എഞ്ചിനീയറിംഗ് തുടങ്ങിയവയിൽ PG ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. PG ഉള്ളവർക്ക്, BFSCക്കാർക്ക് മാത്രമേ ഉള്ളൂ ഡിഗ്രി പരിഗണിക്കുന്നത്. ബാക്കി ഫിഷറീസുകാർക്ക് മുഴുവൻ PG ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതോടൊപ്പം ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും? MSc സുവോളജിക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. MSc സുവോളജിക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. നമുക്കറിയാം ഫിഷറീസ് ഓഫീസറിന് നമുക്ക് BSc സുവോളജിക്കാർ അപ്ലൈ ചെയ്യായിരുന്നു. അതുപോലെ തന്നെ ഫിഷറീസിലെ ഡിഗ്രി ഉള്ള ആർക്കും അപ്ലൈ ചെയ്യായിരുന്നു. ഏത് ഡിഗ്രി ആണെങ്കിലും, ഇപ്പം മറൈൻ ബയോളജി ആണെങ്കിലും ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി ആണെങ്കിലും എന്തായിരുന്നാലും അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ FOAക്ക് മുകളിലുള്ള പോസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് അതില്ല. PG ഉള്ളവർ, ബാക്കിയുള്ള ഫിഷറീസിൽ PG ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ. BFSCക്കാർക്ക് മാത്രം ഡിഗ്രി ഉള്ളവരെ പരിഗണിക്കുന്നുള്ളൂ. പിന്നെ MSc സുവോളജിക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. MSc സുവോളജിക്കാരെ സംബന്ധിച്ച് വലിയൊരു പോസ്റ്റാണ്, നല്ലൊരു പോസ്റ്റാണ്. അപ്പോൾ നന്നായിട്ട് നിങ്ങളൊന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് ഈ പറഞ്ഞ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ. അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിലായാലും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലായാലും കിടപ്പുണ്ട്. അത് നിങ്ങൾക്ക് കാണാം. ഫിഷറീസുകാരോട് മാത്രം പറയാനുള്ളതെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെടുത്ത് വെച്ച് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, ഇനി നോക്കിയേ ലാസ്റ്റ് ഡേറ്റ് എന്നാ? ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 5/8/2026 ആഗസ്റ്റ് മാസം 5-ാം തീയതി വരെ അപേക്ഷിക്കാൻ സമയമുണ്ട്. പക്ഷെ അതൊന്നും വേണ്ട, നിങ്ങൾ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള പഠനം തുടങ്ങുക. ഓക്കെ, അപ്പോൾ ഫിഷറീസ് ഓഫീസറിനൊക്കെ വേണ്ടി വർക്ക് ചെയ്ത് മുന്നോട്ട് പോയ ആളുകളുണ്ട്. അവരൊക്കെ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നവരെക്കാളും പുതിയതായിട്ട് പഠിക്കാൻ ഇറങ്ങുന്നവരെക്കാളും ഒക്കെ ഒരുപാട് മുമ്പിലാണ്. അത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പഠനം ആരംഭിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ആദ്യം എത്താൻ പറ്റും. അത് പല രീതിയിൽ, കാരണം നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഒക്കെ വെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ടോപ്പിക്സിൻ്റെ മുക്കും മൂല അരിച്ചു പറക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യ റാങ്കിൽ എത്താൻ പറ്റും. കൃത്യമായിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആണെങ്കിൽ. ഓക്കെ, അത് മാസ്റ്റർ കീ അക്കാഡമിയുടെ ഉറപ്പാണ്. ഞങ്ങളുടെ ഏറ്റവും പുതിയ ബാച്ചുകൾ ജൂൺ 5-ാം തീയതി ആരംഭിക്കുന്നുണ്ട്. മൂന്നാമത്തെ ബാച്ചാണ് ജൂൺ 5-ാം തീയതി ആരംഭിക്കുന്നത്. ആ ബാച്ചിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാം. വളരെ നന്നായിട്ട് വർക്ക് ചെയ്യാമെന്നുള്ള ആഗ്രഹത്തോടെ വരുന്ന ആളുകളെ എല്ലാം ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോകാൻ പറ്റും. അതുപോലെ തന്നെ കൃത്യമായിട്ട് നോട്ട്സ്, അതുപോലെ മെറ്റീരിയൽസ്, എക്സാംസ്, മോക്ക് എക്സാംസ്, മോഡൽ എക്സാംസ് ഒക്കെ ഉണ്ടാകുന്ന അടിപൊളി ബാച്ചുകളായിരിക്കും മാസ്റ്റർ കീ അക്കാഡമിയുടെ ഫിഷറീസ് ബാച്ചുകൾ. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. ഇന്ന് തന്നെ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസിൻ്റെ ആപ്ലിക്കേഷനും അയച്ചോളൂ. ഓക്കെ, താങ്ക് യു.